ഹായ് ഹലോ വെൽക്കം ടു സി ബാങ്ക്. സി ബാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയാനാണ്. കാരണം നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന CSEB എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഇപ്പോൾ എടുത്ത് കഴിഞ്ഞു. അതാ നമ്മൾ പറയാറുണ്ട്, ഈ കൊമേഴ്സ് ബേസ് ചെയ്ത മിക്ക എക്സാമിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്താണ്, അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സാധനമാണ് ഈ അടുത്ത് കഴിഞ്ഞ നമ്മളെ കേരള നിയമസഭ ബജറ്റ്. അപ്പോൾ ഈ കേരള നിയമസഭാ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കതിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടാവും, നമുക്കതിൽ എന്തെങ്കിലും നോക്കാനുണ്ടാവും എന്ന കാര്യം നോക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനൊക്കെ എന്താ ചോദ്യങ്ങൾ അവിടെ നിന്നും പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെയുള്ള മാറ്റങ്ങൾ ചിലപ്പം ബജറ്റിൽ കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബജറ്റ് വന്നാൽ നമ്മൾ ഈ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ ബജറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താ, അതിലും മാറ്റങ്ങൾ ഉണ്ടാകും, പുതിയ പദ്ധതികൾ രൂപീകരിച്ചേക്കാം, ഇങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ കേരള സംസ്ഥാന ബജറ്റ് ആയിക്കോട്ടെ, അത് കേന്ദ്ര ബജറ്റ് ആയിക്കോട്ടെ, രണ്ട് ബജറ്റ് വരുമ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമുക്ക് എന്തുണ്ടാവും, അതിൽ നിന്നും നമ്മളുടേതായ സബ്ജക്റ്റിലെ പല കാര്യങ്ങളും ചിലത് ഒഴിവാക്കിയേക്കാം. അങ്ങനെ ഒഴിവാക്കിയ ഒരു കാര്യമാണ് പ്ലാനിംഗ് കമ്മീഷൻ. നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിരിക്കുന്ന പ്ലാനിംഗ് കമ്മീഷൻ ഒരുപാട് വർഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മളെ പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി അവിടെ എന്തായി, നീതി ആയോഗായി മാറി. അതൊരു വലിയൊരു മാറ്റമാണ്. അതിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ, അതൊരു ബജറ്റിൽ വന്നതായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതേപോലെ GST വന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ എന്താണ് ഒരു കാലയളവ്, അതായത് ഒരു ബജറ്റ് കാലയളവിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് അതിനെപ്പറ്റി നോളജ് ഉണ്ടായിരിക്കണം, പ്രോപ്പറായിട്ട് അത് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ നിയമസഭാ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന, നമ്മളെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കേരള ബജറ്റ് 2026 ട്രാൻസ്ഫോമിങ് കേരള ഇൻടു എ ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബ്. നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബായി മാറുകയാണ് നമ്മളെ കേരളം എന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊജക്റ്റുകളാണ് കഴിഞ്ഞ ഒരു നിയമസഭാ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടായിരിക്കുന്നത്, അവിടെ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ആ ബജറ്റ് കറക്റ്റായിട്ട് വിശകലനം ചെയ്ത ആൾക്കാരായിരിക്കാം അല്ലേ. എന്നാലും നമ്മളുടെ ഏരിയ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്താ, കൊമേഴ്സ് ബേസ്ഡ് ഏരിയ വരുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരാം, MSME വരാം അല്ലെ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ വരാം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ചിലപ്പോൾ നമുക്ക് വന്നേക്കാം. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് എന്താണ് അവിടെ നമ്മളെ ബജറ്റിൽ, ഈ ബജറ്റിൽ നമ്മളെ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അത് എന്തൊക്കെയായിരിക്കും അതിന് വരാനിരിക്കുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ടാവുക എന്ന കാര്യം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 3 തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇൻവെസ്റ്റ് കേരള സെല്ല്, പിന്നീട് കേരള MSME ഗ്രോത്ത് സ്കീം, അതേപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോണ്. ഇതിനെ 3 പറ്റിയാണ് പ്രധാനമായിട്ട് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. പിന്നെ ഒരുപാടുണ്ട്, നമ്മൾ അതിനെപ്പറ്റി ജസ്റ്റ് സൂചിപ്പിക്കുന്നില്ല. കറക്റ്റായിട്ട് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ്. ആദ്യത്തെ കാര്യം എന്താ, കേരള ഇൻവെസ്റ്റ് സെൽ അല്ലെ, ഇൻവെസ്റ്റ് സെൽ കേരള. എന്താണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കിയേ. വാട്ട് ഈസ് ഇൻവെസ്റ്റ് കേരള സെൽ? എന്താണ് ഇൻവെസ്റ്റ് കേരള സെൽ? എ ഡാറ്റ ഡ്രിവൺ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ മെക്കാനിസം ആണ്. എന്താണ് അവിടെ ഇൻവെസ്റ്റ് കേരള സെല്ല് വെച്ചാൽ ഒരു ഡാറ്റ ഡ്രിവൺ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ മെക്കാനിസം ആണ് അത്. അതുകൊണ്ട് എന്തൊക്കെയായിരിക്കും അവിടെ നമുക്ക് ഗുണം നോക്കണ്ടേ. നോക്കിയേ, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം, അതുപോലെ റെഡ്യൂസ് പ്രൊസീജറൽ ഡിലേയ്സ്, പ്രൊവൈഡ് ഇൻവെസ്റ്റർ സപ്പോർട്ട് ത്രൂ ഔട്ട് പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ. അതായത് ഒരു ഇൻവെസ്റ്റർ അയാൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അവിടെ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഇൻവെസ്റ്റ് കേരള സെൽ. അത് എങ്ങനെയായിരിക്കാം നോക്കിയേ, അയാൾക്ക് ഇൻവെസ്റ്റർക്ക് എവിടുന്ന് മുതൽ സപ്പോർട്ട് കൊടുക്കും, അല്ലെ എവിടം വരെ സപ്പോർട്ട് കൊടുക്കും, നമ്മൾ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഔട്ട്, അതായത് ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, അവിടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എന്ത് കേരള ഇൻവെസ്റ്റ് സെൽ, ഇൻവെസ്റ്റ് കേരള സെൽ അവിടെ രൂപീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരുപാട്, അതായത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഒരുപാട് പേപ്പർ വർക്കിന് ഡിലേസ് വരാം അല്ലെ, ഒരുപാട് മറ്റു കുറെ ഡിലേസ് വരാം. അതൊക്കെ നമ്മൾ എന്താണ് ഒഴിവാക്കിക്കൊണ്ട് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, മാറ്റുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടാനും ഇൻവെസ്റ്റേഴ്സിനെ വളരെ ഹെൽപ്ഫുള്ളി അവരെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയൊരു സ്കീം നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ രൂപീകരിച്ചത്. ദെൻ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താ, മേക്ക് ഇൻവെസ്റ്റ്മെന്റ് അപ്രൂവൽ ഫാസ്റ്റർ ആൻഡ് മോർ ട്രാൻസ്പെറന്റ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൂവൽസ്
കൂടുതൽ വേഗത്തിലും അതേപോലെ ട്രാൻസ്പെറന്റ്, അതിൽ അഴിമതികളോ മറ്റോ കാര്യങ്ങളോ ഇല്ലാതെ പ്രോപ്പർ വേയിലൂടെ അവിടെ എന്ത് ചെയ്യുക, നമുക്ക് അവിടെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക എന്നൊരു അവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് കേരള സെന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇത് തന്നെയാണ്. എന്താണ്? സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റവും അതേപോലെ തന്നെ റെഡ്യൂസ് പ്രൊസീജിയർ ഡിലേസ്. പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിലേസ് കുറച്ചുകൊണ്ട് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ആക്കിയിട്ട് മാറ്റുക എന്ന് തന്നെ, കൂടാതെ ഇൻവെസ്റ്ററെ സപ്പോർട്ട് ചെയ്യുക എന്ന് കൂടിയാണ് നമ്മളെ ഇൻവെസ്റ്റ് കേരള സെല്ലിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ കേരള MSME ഗ്രോത്ത് സ്കീമാണ് അടുത്തത്. എന്തായിരിക്കും ഇത് നോക്കാം. MSME നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, MSME പഠിക്കാനുണ്ട്. മൈക്രോ സ്മോള് മീഡിയം എന്റർപ്രൈസ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളെ നാട്ടിലെ പല ചെറുകിട വ്യവസായങ്ങളും അതിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതിന് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക നോക്കാം. അതൊരു മേജർ അനൗൺസ്മെന്റ് ആയിരുന്നു ഈ ഒരു ബജറ്റിൻ്റെത്, MSME ഗ്രോത്ത് സ്കീം എന്നത്. ഗവൺമെന്റ് സപ്പോർട്ട് ഫോർ എസ്റ്റാബ്ലിഷിംഗ് 10,000 MSMEs. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, 10,000 MSMEസിന് എസ്റ്റാബ്ലിഷിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടോ അലോക്കേഷൻ, എത്രയാണ് അലോക്കേഷൻ? 100 crore ആണ്. ഏതാണ്ട് 100 കോടിയോളം രൂപ നമ്മൾ MSMEയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബജറ്റിൽ അവിടെ വിനിയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഈ MSMEനെ കൊണ്ട് പ്രധാനമായിട്ട് എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തന്നെയാണ്. അതായത് ഉൽപാദകരുടെ അല്ലെങ്കിൽ സംരംഭകരുടെ അവർക്ക് എന്ത് ചെയ്യുന്നു, കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക. എത്തരത്തിലുള്ള സപ്പോർട്ട്? ചിലപ്പോൾ അവർക്ക് ടാക്സ് വളരെ കൂടുതലായിരിക്കും, അതിനകത്തുള്ള കുറച്ച് റിഡക്ഷൻസും മറ്റു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഒരു കറക്റ്റ് അവരൊരു പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു കാര്യം അവിടെ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ആ ലാസ്റ്റ് റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർക്ക് ഒരുപാട് ചിലപ്പോൾ പേപ്പർ വർക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക, അതൊന്ന് പ്രോപ്പറായിട്ട് കുറച്ച് കൊടുക്കുക അല്ലെ, അതെന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഒന്ന് കുറച്ച് കൊടുക്കുക. അത് ഒരു സിംഗിൾ വിൻഡോ ആക്കി എടുക്കുക. അതെന്ത് ചെയ്യുക, ഒരു സിംഗിൾ വിൻഡോ ആക്കി എടുക്കുക. പിന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. എങ്ങനത്തെ സപ്പോർട്ട് കൊടുക്കുക? അതായത് ഒരു മെന്ററിങ് സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. കാരണം എന്താ, അവർക്ക് പ്രോപ്പറായിട്ട് ചിലപ്പം നമ്മളെ സർക്കാർ സംരംഭം അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ ചിലപ്പോൾ അവർ അറിഞ്ഞെന്ന് വരില്ല. ലോൺ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞ് എന്ന് വരില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. സോ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയാറില്ല, എന്താ, നമ്മൾ ഈ കർഷകർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിഭവൻ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പല അനൗൺസ്മെന്റുകളും കൊടുക്കാറുണ്ട് അല്ലേ. ഏതാ നമ്മളിത് പഞ്ചായത്ത് പ്രതിനിധികളായിട്ട് ബന്ധപ്പെട്ട് വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്, ഇത്ര ഇനം തെങ്ങിൻ തൈ വന്നിട്ടുണ്ട്, പച്ചക്കറി വിത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവിടെ ഇങ്ങനെ പറയാറുണ്ട്. അതേപോലെ വളങ്ങൾ കൊടുക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. സോ അതേപോലെ തന്നെ അവർക്കൊരു മെന്റർ സപ്പോർട്ടും കൂടി അവിടെ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെയ്യണം. എന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടൊരു MSME ക്രിയേഷൻ നമ്മളെ നാട്ടിൽ നടക്കുള്ളൂ. സോ അത് തന്നെയാണ് ഇവിടെയും എന്തിരിക്കുന്നത്, പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഗോൾ എന്താണ് അതിന്റെ? സ്ട്രെങ്തൻ കേരളാസ് MSME എക്കോസിസ്റ്റം. അവിടെ MSME എക്കോസിസ്റ്റം അവിടെ സ്ട്രെങ്തൻ ചെയ്യാൻ തന്നെയാണ് പ്രധാനപ്പെട്ട ഗോള്. അതിനു വേണ്ടിയിട്ട് ഏതാണ്ട് 10,000-ഓളം MSMEs എസ്റ്റാബ്ലിഷ് ചെയ്ത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 100 കോടിയോളം രൂപയാണ് എന്ത് ചെയ്തത്, മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് MSMEs. എന്തുകൊണ്ടായിരിക്കാം ഈ MSMEസിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരാൻ സാധ്യത? നോക്കൂ, വൈ MSME മാറ്റർ. അതായത് MSMEയുടെ പ്രധാനപ്പെട്ട മാറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തത് ജനറേറ്റ് എംപ്ലോയ്മെന്റ് ആണ്. കൂടുതൽ എംപ്ലോയ്മെന്റ് അവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യവസായങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാർ അവർക്ക് എന്ത് ചെയ്യും, അതിലേക്ക് ഇറങ്ങി ചെല്ലാം. അവർക്ക് എന്ത് ചെയ്യും, ഒരു വരുമാന മാർഗം കൂടിയാവും നമ്മൾ ഈ ഒരു സ്കീം. പിന്നീടോ പ്രൊമോട്ട് ലോക്കൽ ഇൻഡസ്ട്രി. നമ്മുടെ നാട്ടിലെ ലോക്കൽ ഇൻഡസ്ട്രീസ് ഇവിടെ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എൻകറേജ് ഇന്നോവേഷൻ, ബൂസ്റ്റ് എക്സ്പോർട്ട്, സപ്പോർട്ട് റീജിയണൽ ഡെവലപ്മെന്റ്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് നമ്മളെ MSMEസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ MSMEനെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലേ. MSME എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചില ചെറുകിടമായിട്ടുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അതേപോലെ തന്നെ ചെറിയ വർക്ക്ഷോപ്പുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അല്ലേ. അതേപോലെ നെയ്ത്ത് യൂണിറ്റ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിനെ കൂടുതലായിട്ട് ബൂസ്റ്റർ ചെയ്തുകൊണ്ട് അതിനെന്ത് ചെയ്യുക, കൂടുതലായിട്ട് അതിൽ നിന്നും ഒരു എക്സ്പോർട്ട്
വരെ അവിടെ ബൂസ്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കുന്നുണ്ട് അല്ലേ. അതായത് ബൂസ്റ്റ് എക്സ്പോർട്ട് വരും, അതിൽ നിന്നും എന്താണ് എക്സ്പോർട്ടിങ് കൂടെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഇന്നോവേഷൻ അവിടെ എന്ത് ചെയ്യാണ് നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രീസിന് അത് എന്തിനു വേണ്ടിയിട്ട് കൂടുതൽ എംപ്ലോയ്മെന്റ് സ്കില്ലുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സഹായിക്കുന്നുണ്ട്. ദെൻ അടുത്തൊരു സ്കീമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, SIZ എന്ന് പറയും. എന്തായിരിക്കാം SIZ? നോക്കൂ, എ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഏരിയ ഡിസൈൻ ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ത്രൂ. അതായത് അതെന്താണ്, നമ്മൾ സാധാരണ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്തിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ അട്രാക്ട് ചെയ്യാൻ. എങ്ങനെയൊക്കെ അട്രാക്ട് ചെയ്യാം നോക്കൂ, ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട്, സിംപ്ലിഫൈഡ് റെഗുലേഷൻ ആയിട്ട്, ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിംഗ് ആയിട്ട്, ബിസിനസ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആയിട്ട്, ഇങ്ങനെയൊക്കെ നമ്മളെ ഇൻവെസ്റ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ തന്നെയാണ് എന്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം, നമ്മുടെ ഒരു നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയൊരു ബിസിനസ് അവിടെ തുടങ്ങുന്ന സമയത്ത്, ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. റെഡ് ടാപ്പിസം എന്നാണ് നമ്മൾ അതിന് പറയാം. അപ്പോൾ നമ്മുടെ സർക്കാർ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പേപ്പർ വർക്കുകൾ, ടാക്സേഷന്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന മറ്റ് ലോക്കൽസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സോ എന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ ഉള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹാനികരമാവുന്ന ബിസിനസ് ചെയ്ത് നമുക്ക് തന്നെ എന്താണ് ബുദ്ധിമുട്ടായിട്ട് വരും, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതല്ലാത്ത ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിനും എന്തുണ്ടാവുന്നുണ്ട്, കുറേ ഡിലേ വരുന്നുണ്ട് അല്ലേ, പേപ്പർ വർക്ക് കൊണ്ടും മറ്റൊക്കെ ഡിലേ വരുന്നത്. സോ അത്തരത്തിലുള്ള ഡിലേകളൊക്കെ കുറച്ചുകൊണ്ട് റെഗുലേഷൻ ഒരുപാട് റെഗുലേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് റെഗുലേഷൻ സിംപ്ലിഫൈഡ് ആയിക്കൊണ്ട്, കൂടാതെ അവിടെ എന്താ ചെയ്യുന്നത്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാക്കുക. കാരണം ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ്, അവിടെ കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും. കാരണം എന്താ, നമ്മളെ ചിലപ്പോൾ ചരക്കുകളോ മറ്റോ സാധനങ്ങളോ എത്തിക്കാനൊക്കെ ആയിട്ട് ഒരു ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആയിട്ട്, അതുപോലെ തന്നെ എന്താണ് കൃത്യമായൊരു ബിസിനസ് ഫ്രണ്ട്ലി ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ SIZ പറ്റി പ്രധാനമായിട്ടും പറയുന്നത്. കാരണം അവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി അവിടെ SIZ പ്രധാനമായിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 3 സിസ്റ്റമാണ് നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം MSMEന്റെ കേസിലും അതുപോലെ SIZ കേസിലും ഒക്കെ വരുന്ന പരീക്ഷകൾക്കൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രോപ്പർ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ നമ്മളെ ഇത്തരത്തിലൊരു പുതിയ കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ ഏരിയയിൽ നടക്കുന്ന സമയത്ത്, കേരളത്തിലോ അതേപോലെ തന്നെ ഇന്ത്യയിലോ നടക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എന്ത് വേണം, ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല മറ്റ് ഏത് പരീക്ഷയ്ക്കും അവിടെ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ GK കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഏത് ഏരിയയിലേക്കും നമുക്ക് എന്താണ് കൂടുതലായിട്ട് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ ബജറ്റ് വരുമ്പോഴും അതേപോലെ തന്നെ പുതിയ നയപ്രഖ്യാപനങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അതിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടാറുണ്ടാവും. അതൊക്കെ പല മത്സര പരീക്ഷകളിലെയും നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നത് കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മളെ CSEB എക്സാമിനൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്ന എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത എന്താണ്, വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെ CSEB എക്സാമിന് വേണ്ടി നമ്മളെ എക്സാം ഇത് അടുത്ത് കഴിഞ്ഞു, ഇനി ഇതാ വളരെ കുറച്ച് ദിവസമാണ് നമ്മളെ മുന്നിലുള്ളത്. സോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മളെ CCയിൽ ഒരു എക്സാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എക്സാം ബാച്ച് എന്ന് പറഞ്ഞാൽ കൃത്യമായുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്, അതുപോലെ ലൈവ് ക്ലാസ്സുകൾ, പിന്നീട് എക്സാമുകൾ, അതേപോലെ തന്നെ മോഡൽ എക്സാമുകൾ, PDF നോട്ടുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ബോർഡ് നമ്പറായ 89 21 44 05 80 എന്നീ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു അവസാനഘട്ട പ്രിപ്പറേഷൻ എന്ന രീതിയിൽ വളരെ ഹെൽപ്പ് ആവുന്നൊരു ബാച്ചാണ് നമ്മൾ എക്സാം ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മളെ CCയുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരുപാട് അനധ്യാപക ജോലികൾക്കും അതേപോലെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാൻ. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്ന് ഭാവിയിലേക്ക് മനസ്സിലാക്കി വെക്കുക. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.